അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കേൾക്കൂ. ശ്രീമാൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കറിയാം എന്താണ് നടന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം എങ്ങനെയായിരുന്നു, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പാർട്ടി ചെയ്തത്, ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടിയുണ്ട്. നിങ്ങൾ ദയവായി ബഹളം വയ്ക്കാതിരിക്കുക. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വർഷത്തിൽ 3 തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ അത് 1 വർഷമായിരുന്നു. 6 മാസത്തിൽ കൂടുതൽ സ്ഥിരതാമസമുള്ള ഒരു സ്ഥലത്ത് ഏതൊരു പൗരനും, ഇന്ത്യയിലെ ഏതൊരു പൗരനും അവിടെ വോട്ട് ചേർക്കാവുന്നതാണ്. അങ്ങനെ വോട്ട് ചേർത്തവരെ കാണിച്ച് നിങ്ങൾ ഏതാനും ചില വോട്ടുകൾ, ഈ ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഏതാനും ചില വോട്ടുകൾ തൃശ്ശൂരിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ 6 മാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ താമസമാക്കിയ ഏതാനും വിരലിലെണ്ണാവുന്ന, ഞാൻ എല്ലാവരും എതിരാളികളെ മുഴുവൻ ചാലഞ്ച് ചെയ്യണം, വിരലിലെണ്ണാവുന്ന ഏതാനും വോട്ടുകൾ വെച്ചാണ് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDF-ഉം LDF-ഉം ഇതുപോലെ കോൺഗ്രസിലെ MLA-മാർക്കും MP-മാർക്കും CPM-ലെ MLA-മാർക്കും MP-മാർക്കും ഒക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ 2 വർഷമായി തെരഞ്ഞെടുപ്പിന് മുമ്പ്, പ്രത്യേകിച്ച് 1 വർഷം സമ്പൂർണ്ണമായിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് UDF-ഉം LDF-ഉം പറഞ്ഞത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു. 75,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് 60,000 വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന്. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, എടോ 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. 60,000 കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ൻ്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞ ചോദ്യമല്ല, ഇവിടെ എവിടെയാണ് അല്ല, അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലെന്ന്, ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന്. ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല, ഞങ്ങളാണ്. ആര് അതൊക്കെ CPM പറയിപ്പിക്കുന്നതാണെന്ന് സഹോദര. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഇന്ന് കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞത്, നരേന്ദ്രമോദിയുടെ ബൂത്തിൽ ഒരു സന്യാസി മഠത്തിലെ 50 പേർ ഒരേ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു. ഇതൊരു വലിയ നേതാവ്, ഇവിടുത്തെ തൃശ്ശൂരിൽ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവ്, നേരത്തെ MLA ആയിട്ടുള്ള ഒരാൾ, KPCC-യുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം പറയാണ് നരേന്ദ്രമോദിയുടെ ഒരു ബൂത്തിൽ ഒരു സന്യാസി മഠത്തിൽ 50 വോട്ടുകൾ ഒരേ പേരിൽ ഹെഡിൽ. പിന്നെ ഏത് ലോകത്താണ്? ഞാൻ പറയട്ടെ, എന്നെ പറയാൻ സമ്മതിക്കൂ. ഇവിടെ കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറയട്ടെ, വ്യാജ വോട്ടല്ല, കന്യാസ്ത്രീ മഠങ്ങളിൽ ഞാൻ പറയട്ടെ, കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു, കന്യാസ്ത്രീ മഠങ്ങളിലും ആശ്രമങ്ങളിലും എല്ലാം 100 വോട്ടും 50 വോട്ടും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ശാന്തിഗിരി പോയാൽ നിങ്ങൾക്കറിയാം, അമൃതാനന്ദമായി പോയാൽ അറിയാം, തൃശ്ശൂർ ബിഷപ്പ് ഹൗസിന്റെ കീഴിലുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ പോയാൽ നിങ്ങൾക്കറിയാം. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇവിടെ ഉണ്ട്. വീട്ടമ്മയെ കൊണ്ട് ഇപ്പൊ ആർക്ക് വേണം എന്ത് വേണം പറയിപ്പിക്കാം. ഞാൻ ചോദിക്കട്ടെ, ബീഹാറിൽ മരിച്ചുപോയി എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് സുപ്രീം കോടതിയിൽ ഇന്നലെ പോയിരിക്കണം. സാർ വോട്ട് അല്ലല്ല ഒന്നുമല്ല വോട്ട്. ഞാൻ പറയട്ടെ, ഇവിടെ BLO ഉണ്ടായിരുന്നു, എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിൻ്റെ ആൾക്കാരായിരുന്നു, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സർക്കാരിൻ്റെ ആൾക്കാരാണ്, പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ്.
അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ആൾക്കാർ ഇപ്പൊ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി കള്ള വോട്ട് ചെയ്താണ് ജയിച്ചതെന്ന് പറയാനാണോ നിങ്ങൾ പറയുന്നത്? ആക്ഷേപം ഉന്നയിച്ചാൽ ഉണ്ടല്ലോ. പരാതിയല്ല സാർ, പരാതി നടപടി എടുക്കേണ്ടത് BJP അല്ലല്ലോ. അല്ല 30 സാർ, തെരഞ്ഞെടുപ്പിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രി ഡ്രൈവർക്കെതിരെ ഗുരുതര ഒരു ആരോപണം ഇല്ലെന്ന്, ഇല്ല ആവശ്യമില്ലെന്ന്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. ഞാൻ 89 വോട്ടിന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ്, 89 വോട്ടിന് മാത്രം. അന്ന് 6000 കള്ള വോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ കോടതിയിൽ പോയി ഈ ബഹളമൊന്നും ഞാൻ വെച്ചില്ല. അതിൽ 80 പേര് ഞാൻ പ്രൂവ് ചെയ്തു. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി, എൻ്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി. ഞാൻ കേസ് വിഡ്രോ ചെയ്തു. എടോ, ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ, ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് പോവാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പോയിട്ടുണ്ട്. സുരേഷ് ഗോപി പറയേണ്ട ആവശ്യമില്ലെന്ന്, ഒരു ആവശ്യമില്ല. പാർട്ടിയാണ് പറയേണ്ടത്. സുരേഷ് അല്ല, അത് കന്യാസ്ത്രീകളുടെ അല്ലല്ല, കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. MP-മാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. സുരേഷ് ഗോപി ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ്. 3,50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു. കോടതി അത് പരിഗണിക്കട്ടെ. അല്ലല്ല, അതൊന്നും നിങ്ങൾ പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ കരിയോല ഒഴിച്ചതേ, നിങ്ങളിപ്പോ കൈരളിയുടെ ആൾക്കാർ വന്ന് കരിയോല ഒഴിച്ചല്ലോ. ഞങ്ങൾക്ക് കരിയോല ഒഴിക്കണമെങ്കിൽ കേരളത്തിലെ 140 MLA-മാരുടെ ഓഫീസിലും കരിയോലൊഴിക്കാം. കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങളുടെയും 9 രാജ്യസഭാ അംഗങ്ങളുടെയും ഓഫീസിലും കരിയോലൊഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത് കരിയോലൊഴിച്ച് BJP-യെ തകർക്കാം, സുരേഷ് ഗോപിയെ തകർക്കാം. ഞാൻ ഒരു കാര്യം അല്ലല്ലോ, ഒന്നുമല്ല, നിങ്ങൾ അതൊന്നും ഇവിടെ വേണ്ട, അതിനെപ്പറ്റി സംസാരിക്കണ്ട. അല്ല, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം ഇന്നലെ ഉണ്ടായി. ഒരു ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പുറകിൽ നടിക്കുകയാണ്. നിങ്ങൾക്കതൊരു വാർത്തയല്ല. നിങ്ങൾ ഈ UDF-ന്റെയും LDF-ന്റെയും പ്രചാരണങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത്? അല്ല, വാർത്ത കൊടുത്തതിന്റെ അതല്ല, വാർത്ത വന്നു, അത് ലൈവ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. ഒരാളുടെ ബാക്കിൽ തലക്കടിക്കുക എന്ന് പറഞ്ഞാലേ. അല്ല, ചോദിച്ചതിനെല്ലാം സുരേഷ് ഗോപിയോട് നിങ്ങൾ ചോദിക്കട്ടെ, എന്തിനാണ് ആ പരാതി പരിഗണിച്ച് പോലീസ് കേസെടുക്കട്ടെ. സുരേഷ് ഗോപിയെ ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തല്ലേ? നിങ്ങൾ പറയട്ടെ കേൾക്കട്ടെ, ഏത് കേസിനാണ് ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ളത്? സുരേഷ് ഗോപി കോടതിയിൽ ഹാജരായില്ലേ? സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷൻ ചോദ്യം ചെയ്യാൻ പോയിട്ടില്ലേ? നിങ്ങൾ കേസ് കൊടുക്കുന്നേ കൈരളിയുടെ ഉദ്ദേശം. അതിന്റെ ആവശ്യമില്ലല്ലോ. പാർട്ടി ആ കാര്യം കൈകാര്യം ചെയ്തല്ലോ. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡിൽ പോയി അവരെ ഇറക്കി കൊണ്ടുവന്നു. പിന്നെ സുരേഷ് ഗോപി എന്തിനാണ് അല്ല, അതിന്റെ ആവശ്യമില്ല. അതിരൂപതയ്ക്ക് കാര്യമൊക്കെ ബോധ്യം. അതിരൂപതയ്ക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കുഴപ്പമുണ്ടാകാതിരുന്നാൽ മതി. ക്രിസ്മസിനൊക്കെ ഇനിയും പോകട്ടാ നിങ്ങൾക്ക്. ഞങ്ങൾ ഇനിയും പോവും, ക്രിസ്മസിനും പോവും. ഒന്നുകൂടി ഞാൻ പറയാം, 2029 മാത്രമല്ല 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും. വലിയ ഭൂരിപക്ഷത്തിൽ, ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നു ഞാൻ നിങ്ങൾ നോക്കിക്കോ. 2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. കൂറുനലികൾ ഓലിയിടുക. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് വേണ്ടും. പാർട്ടി അല്ലല്ല, പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കാം, മറുപടി പറയല്ലോ. അതൊക്കെ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം വിളിക്കും. ഇഷ്ടംപോലെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട്, ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങളോട്. സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം അല്ല, UDF-ഉം LDF-ഉം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ബൂമറാങ് പോലെ അതൊക്കെ തിരിച്ചടിക്കാൻ.
ഇതും ഞാൻ പറയുന്നു, സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സുരേഷ് ഗോപി ആവശ്യമില്ലെന്ന് പരാതി 2029-ലും 2034-ലും തൃശ്ശൂരിൽ തന്നെ കാണും, വോട്ടു ചേർക്കും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രനും പറയുന്നത്. സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല.